ചരിത്രം തിരുത്തി ബ്രിട്ടൻ. എല്ലാ മുൻകാല തീരുമാനവും അട്ടിമറിച്ച് ബംഗ്ലാദേശിൽ നിന്നും ജീവരക്ഷാർത്ഥം രാജ്യം വിട്ട ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകില്ല എന്ന തീരുമാനത്തിന് പിന്നിൽ ആ രാജ്യത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ. ഷെയ്ഖ് ഹസീനയ്ക്ക് ബ്രിട്ടനിൽ ഇടം കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ബ്രിട്ടൻ നിരത്തുന്ന കാരണങ്ങൾ ലോകം കാണാതെ പോകരുത്. ബ്രിട്ടൻ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ അഭയം ഷെയ്ഖ് ഹസീനയ്ക്ക് നിഷേധിച്ചത്? മുൻപ് 2 പാകിസ്ഥാൻ മുൻ പ്രസിഡന്റുമാർക്ക് ബ്രിട്ടൻ രാഷ്ട്രീയ അഭയം നൽകിയിരുന്നു. ഇന്ത്യ എതിർക്കുന്ന ഖാലിസ്ഥാൻ നേതാക്കൾക്ക് അഭയം നൽകിയിരുന്നു. പാകിസ്ഥാൻ തീവ്രവാദികൾ വധിക്കാൻ തീരുമാനിച്ച മലാല യൂസഫ്സായി എന്ന പെൺകുട്ടിക്ക് ബ്രിട്ടൻ അഭയം നൽകിയിരുന്നു. ലോകത്തെ നല്ലവർക്കും തീവ്രവാദി നേതാക്കൾക്കും വരെ അഭയം നൽകുന്ന ബ്രിട്ടൻ എന്തുകൊണ്ട് നയം മാറ്റി എന്നതിന് കാരണം കൃത്യവും വ്യക്തവുമാണ്. ബ്രിട്ടനിൽ അഭയാർത്ഥികളായി എത്തിയ മുസ്ലിം വിഭാഗക്കാർ അവിടുത്തെ തദ്ദേശീയർക്കെതിരായി അക്രമവും കലാപവും ഉണ്ടാക്കുന്നു. ഇസ്ലാമിക ബ്രിട്ടൻ എന്ന ആശയം പ്രചരിപ്പിക്കുന്നു. മത അടിസ്ഥാനത്തിലുള്ള സമൂഹം നിർമ്മിക്കാൻ വലിയ നീക്കങ്ങൾ നടത്തുന്നു. മാത്രമല്ല, സമീപകാലത്ത് ബ്രിട്ടൻ നിന്ന് കത്തിയത് അഭയാർത്ഥികൾ ഉണ്ടാക്കിയ വിഷയത്തിലായിരുന്നു. 3 ബ്രിട്ടീഷ് യുവതികളെയാണ് ഒരു അഭയാർത്ഥിയായി വന്നയാൾ വധിച്ച് നിയമം ലംഘിച്ചത്. സമാനമായ അനുഭവം മുമ്പുമുണ്ടായി. അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതിനെതിരെ ബ്രിട്ടനിൽ ഇപ്പോൾ കലാപം നടക്കുകയാണ്. അതിനാൽ തന്നെ ബ്രിട്ടനിലെ ജനവികാരത്തിന് എതിരാണ് ഷെയ്ഖ് ഹസീനയെ സ്വീകരിക്കൽ. ഒരാവശ്യവുമില്ലാത്ത വയ്യാവേലിയും അപകടവും എന്തിനെ ഏറ്റെടുക്കുന്നു എന്നും അത്ര വലിയ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഒന്നും ഇനി വേണ്ട എന്നും ബ്രിട്ടൻ നിലപാടെടുക്കുകയാണ്. പാല് കൊടുത്ത് കൈക്കിട്ട് തന്നെ അഭയാർത്ഥികളായി വന്നവർ കൊത്തിയത് ബ്രിട്ടന് കൈപ്പേറിയ അനുഭവം ഉണ്ടാക്കുകയാണ്. അഭയം തേടാനുള്ള ഹസീനയുടെ ആദ്യ ചോയ്സ് ലണ്ടനാണ് എങ്കിലും അവിടെ നിന്നും ഇനിയും അനുകൂല നിലപാട് വന്നില്ല എന്ന് സ്ഥിരീകരിച്ച് ഷെയ്ഖ് ഹസീനയുടെ മകൻ സജീബ് വസീദ് അറിയിച്ചു. ഞങ്ങളുടെ കുടുംബക്കാർ കൂടുതലുള്ള US-ഉം UK-യുമാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്നും ഹസീനയുടെ മകൻ പറഞ്ഞിരുന്നു. ബംഗ്ലാദേശിലെ ജനങ്ങൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലെ സംഭവങ്ങളെക്കുറിച്ച് UN നേതൃത്വത്തിലുള്ള സമഗ്രവും സ്വതന്ത്രവുമായ അന്വേഷണം ആവശ്യമാണ് എന്ന് UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പറഞ്ഞു. ബംഗ്ലാദേശിന് സമാധാനപരവും ജനാധിപത്യപരവുമായ ഭാവി ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് UK ആഗ്രഹിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. 2023 യുണൈറ്റഡ് കിങ്ഡത്തിൽ അഭയം തേടിയവർ 4300 പേരാണ്. അപേക്ഷ നൽകി അഭയം തേടിയ ഇത്രയും ആളുകളിൽ 5ാമത്തെ വിഭാഗം ബംഗ്ലാദേശികളാണ്. ഇന്ത്യയിൽ നിന്നുള്ള സാമ്പത്തിക കുറ്റവാളികളായുള്ള നീരവ് മോദി, വിജയ് മല്യ തുടങ്ങിയവർക്ക് പോലും UK അഭയം നൽകിയിട്ടുണ്ട്. അഭയാർത്ഥി പദവിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ആളുകൾക്ക് മറ്റു തരത്തിലുള്ള മാനുഷിക സംരക്ഷണം നൽകാനും UK-ക്ക് കഴിയും. ഇമിഗ്രേഷൻ ചട്ടങ്ങൾക്ക് പുറത്ത് ഹസീനയ്ക്ക് വിവേചനാധികാര അവധിക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ നിയമമനുസരിച്ച് UK വിസ അനുവദിച്ചാൽ ഹസീനയ്ക്ക് വരാം. പക്ഷേ ഷെയ്ഖ് ഹസീന ഇത് ചെയ്യേണ്ടത് അവരുടെ രാജ്യത്തിരുന്നായിരിക്കണം. ഇപ്പോൾ അവർ ഇന്ത്യയിലാണ് ഉള്ളത്. സാഹചര്യങ്ങളിൽ മാറ്റം തെളിയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നീട് അഭയത്തിനായി അപേക്ഷിക്കുന്നത് നിയമവിരുദ്ധമായിരിക്കുമെന്നും UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പറഞ്ഞു. ഹസീന താൽക്കാലികമായി മാത്രമാണ് ഇന്ത്യയിലേക്ക് വരാൻ അനുമതി തേടിയത് എന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ പാർലമെന്റിൽ വ്യക്തമാക്കി. ധാക്കയിലെ എതിരാളികളെക്കുറിച്ച് ഇന്ത്യ ആശങ്കാകുലരാണ്. പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സംഭവങ്ങളുടെ വഴിത്തിരിവിൽ ഞെട്ടിയിരിക്കുകയാണ് എന്നും അവർ സ്ഥിരതാമസമാക്കിയാൽ അവരുടെ ഭാവിഗതിയെക്കുറിച്ച് സർക്കാർ അവരുമായി ചർച്ച ചെയ്യുമെന്നും വിദേശകാര്യമന്ത്രി S ജയശങ്കർ ചൊവ്വാഴ്ച സർവകക്ഷി യോഗത്തിൽ പറഞ്ഞു. ഇപ്പോൾ UK പറയുന്നത് ഇന്ത്യയിൽ തന്നെ അഭയം നൽകണം എന്നാണ്, ഇങ്ങോട്ട് വിടണ്ട എന്നും പറയുന്നു. അന്താരാഷ്ട്ര സംരക്ഷണം ആവശ്യമുള്ളവർ ആദ്യം എത്തിച്ചേരുന്ന സുരക്ഷിത രാജ്യത്ത് അഭയം തേടണം. അതാണ് സുരക്ഷിതത്വത്തിലേക്കുള്ള ഏറ്റവും വേഗതയേറിയ വഴി. ഹസീന ഇന്ത്യയിൽ അഭയം തേടണമെന്ന് ബ്രിട്ടനിൽ നിന്നും സൂചനകൾ വരികയാണ്. ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ്. എന്നാൽ ഇന്ത്യ ഇവരെ ബ്രിട്ടനിൽ അഭയം നൽകുന്നതുവരെ താമസിപ്പിക്കാം എന്നായിരുന്നു ധാരണ. ഇന്ത്യയിലെ സാഹചര്യവും മറ്റും വെച്ച് ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ സുരക്ഷിത രാജ്യമല്ല. മാത്രമല്ല, വൻ സുരക്ഷാ സംവിധാനം ഒരുക്കിയാലും ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിൽ ഒരു സാമൂഹിക ജീവിതം അസാധ്യമായിരിക്കും. തീവ്ര ഇസ്ലാം വിഭാഗത്തിൽ നിന്നുള്ള പരസ്യ വെല്ലുവിളിയെയും മറ്റും ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നു. ഇതോടെയാണ് ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം തേടാൻ തീരുമാനിച്ചത്. എന്നാൽ ലോകത്തെ അമ്പരപ്പിച്ച് ബ്രിട്ടൻ നിലപാടിലും നയത്തിലും മാറ്റം വരുത്തി അഭയാർത്ഥിയായി വരണ്ട എന്ന് പറയുന്നു. ഇതോടെ ഹസീനയ്ക്ക് എത്ര കാലം ഇവിടെ തുടരാൻ അനുവദിക്കും എന്നതിനെക്കുറിച്ച് ഇന്ത്യ ആലോചിക്കുകയാണ്. ഹസീന US-ഉം ഫിൻലൻഡും ഉൾപ്പെടെയുള്ള മറ്റ് ഓപ്ഷനുകൾ ഇപ്പോൾ അന്വേഷിക്കുന്നു. അമേരിക്കയിൽ മകളുണ്ട്, അതിനാൽ അങ്ങോട്ട് പോകുന്നതിനും തയ്യാറാണ്. എന്നാൽ അമേരിക്ക അത് സമ്മതിക്കുമോ എന്ന് കണ്ടറിയണം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.